മലപ്പുറത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ജില്ലയിൽ നിന്ന് മാത്രം 100 കോടിയിലധികം രൂപ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. സൂപ്പർമാർക്കറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയാണ് സംഘം കോടിക്കണക്കിന് രൂപ തട്ടിയത്. കർണാടക ആസ്ഥാനമായുള്ള ഇൻവെറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് മലപ്പുറം ജില്ലയിലുടനീളം നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വ്യാപക തട്ടിപ്പ് നടത്തിയത്. കമ്പനിയുടെ കീഴിലുള്ള AD സൂപ്പർ മാർക്കറ്റുകളിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എന്ന പേരിലാണ് ഇടനിലക്കാർ വഴി നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 1 ലക്ഷം രൂപയ്ക്ക് മാസം 2500 രൂപ എന്ന നിരക്കിൽ 30,000 രൂപ വരെയായിരുന്നു വാർഷിക ലാഭത്തിന്റെ വാഗ്ദാനം. പൈസ കൂടിയ ദിവസം 25,000 അടിച്ചിട്ടാണ് അതിൽ വന്നത്. ആ 25,000 അടിച്ചെങ്കിൽ മാസം 21,500 തരാം, 17 ലക്ഷം റുപ്യ തരാമെന്ന് പറഞ്ഞത്. ഗൾഫിൽ നിന്നുള്ള ഒരു കൂട്ടായ്മയും കൂടെ ഇതിലുണ്ട്. നാട്ടുകാരായ ഒരുപാട് ആളുകളും കുടുംബക്കാരായ ഒരുപാട് ആളുകളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലാഭവിഹിതം കിട്ടുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും ഇത് ഒഴിവാക്കി വരണമല്ലോ, അപ്പോൾ ഒരു എമൗണ്ട് അവിടെ കൊടുത്തിട്ടാൽ അതൊരു ഇതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ സൂപ്പർ മാർക്കറ്റുകളെല്ലാം അടച്ചുപൂട്ടി. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ലാഭവിഹിതമോ മുതലോ നൽകിയിട്ടില്ല. പ്രവാസികളും സ്ത്രീകളുമടക്കം 100 കണക്കിന് ആളുകളുടെ പണമാണ് നഷ്ടമായത്. മക്കളുടെ കല്യാണത്തിനും ചികിത്സയ്ക്കും വേണ്ടി സ്വരൂപിച്ച പണമടക്കം നഷ്ടമായതോടെ ജീവിതം തന്നെ തകർന്ന നിലയിലാണ് പല കുടുംബങ്ങളും. എൻ്റെ കുട്ടീനെ കെട്ടികളെ കായാണിത്. എൻ്റെ കുട്ടീൻ്റെ കല്യാണം പോടെ ആരായി ആകെ തകരാറിൽ പോവാണ്. നമ്മൾ കിട്ടണത് സ്വരൂപിച്ച് ചിലവും കഴിഞ്ഞ് നമ്മളത്തെ ഒരു സമ്പാദ്യമില്ല, ആകെയുള്ള സമ്പാദ്യമാണ്. ഞങ്ങളെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെച്ച പൈസയാണ്. മോൾക്ക് 21 വയസ്സായ 2-3 കല്യാണങ്ങളൊക്കെ വന്ന് ചെയ്യാൻ പറ്റാതെ ഉള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. ചിട്ടികളുടെ പേരിൽ തവണകളായി പണം വാങ്ങിയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഇടനിലക്കാരെ പ്രതിയാക്കി വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മുമ്പും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയായിരുന്ന ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.